ഹായ്, എൻ്റെ പേര് CVP സേവ്യർ. ഞാൻ വിഫ്റ്റിലെ ഡയറക്ഷൻ സ്റ്റുഡൻ്റാണ്. ഞങ്ങളിപ്പോൾ ഫൈനൽ പ്രൊജക്റ്റ് ഷൂട്ട് നടക്കാൻ പോവുകയാണ്. മറ്റൊരു പ്രൊഫഷനിൽ നിന്ന് സിനിമ പാഷനായി ചൂസ് ചെയ്ത് ഇങ്ങോട്ട് വരാനെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ മൊത്തം തപ്പിയപ്പോൾ അതിൽ ഒരു ഫൈനസ്റ്റ് ആയിട്ട് തോന്നിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു വിഫ്റ്റ്. അങ്ങനെയാണ് ഞാൻ വിഫ്റ്റ് അങ്ങനെ ചൂസ് ചെയ്ത് ഇവിടെ എറണാകുളത്ത് എത്തിയത്. സിനിമ ഒരിക്കലും നമുക്കൊന്ന് പറഞ്ഞു നിന്ന് പഠിക്കാൻ കഴിയുന്നൊരു സംഭവമല്ല സിനിമ എന്ന് പറയുന്നത്. അതിവിടെ നിന്നാണ് എനിക്ക് മനസ്സിലായത്. അത് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ഒരു ഓവറോൾ കോഴ്സിൻ്റെ ഡിസൈനും സിലബസും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുകയായിരുന്നു. ചെറിയൊരു സ്റ്റോറി ത്രെഡ് മുതൽ അതിൻ്റെ ഒരു ഫൈനൽ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ് വരെ. അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും, അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഡെവലപ്മെൻ്റ് ആയിരിക്കും, നമുക്കതിന് വ്യക്തമായൊരു ഫാക്കൽറ്റി ഗൈഡൻസ് ഉണ്ടായിരിക്കും. അതോടുകൂടി തന്നെ അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഷോർട്ട് ഡിവിഷൻസ് ആയാലും അതിൻ്റെ ലൈറ്റിംഗ് പാറ്റേൺസ് ആയാലും അതിൻ്റെ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലായാലും, അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ് ആയാലും എഡിറ്റിംഗ്, ഗ്രേഡിങ്, ഡബ്ബിങ്, SFX എല്ലാം നമ്മളൊരു എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുകയായിരുന്നു. അതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നിയത്, നമ്മൾ ചെയ്ത വർക്കുകൾ തന്നെ നമുക്ക് ഇവിടുത്തെ ഒരു വിഫ്റ്റിലൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. ആ ഒരു ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസിൽ തന്നെ നമുക്കൊരു ജഡ്ജ്മെൻറ്റ് കിട്ടുമായിരുന്നു. അതോടുകൂടി തന്നെ അവിടെ നിന്നുള്ള കോൺടാക്ട്സും വിഫ്റ്റിൽ നിന്ന് തന്നെയാണ് എല്ലാം ബിൽഡ് ആയിട്ടുള്ളത്. ഫ്യൂച്ചറുകളെല്ലാ വർക്സിൻ്റെ എല്ലാ കാര്യങ്ങളായിരിക്കും അങ്ങനെ തന്നെയാണ് ബിൽഡ് ആയിട്ടുള്ളത്. സോ ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ ഡയറക്ഷൻ അങ്ങനെ പാഷനായിട്ട് കൊണ്ടുനടക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ധൈര്യമായിട്ട് ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. കാരണം അതിൻ്റെ എക്സ്പീരിയൻസ് ആണ്. അതിൽ നിന്ന് തന്നെ പറയാം, വിഫ്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ബെറ്റർ ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും.